സിദ്ധു, തന്റെ വീട്ടിൽ വെച്ചാ എന്റെ മോളുടെ ജീവൻ ആരോ എടുത്തേ, അതും കഴുത്ത് ചരിച്ചിട്ട. താഴെ നമ്മൾ കളിയും ചിരിയുമായിട്ട് ആഘോഷിച്ചപ്പോ ടെറസിൽ എന്റെ മോള് ശ്വാസം കിട്ടുന്നത് പെടയായിരുന്നു. ഞങ്ങളുടെ വീട്ടിൽ താമസിക്കുന്നതിൽ സേഫായിരുന്നു അവക്ക് ചന്ദ്രോത്ത്. ഞങ്ങൾക്കും അങ്ങനെ തന്നെയായിരുന്നു. എന്നിട്ടും അവിടെ വെച്ച് എന്റെ മോളെ ആരാ എന്റെ മോളെ എന്റെ മോളെ ആരാ എന്റെ പേരെ കൊന്നെ? പറയേ. സിദ്ധു ഒരക്ഷരം മിണ്ടുന്നില്ല. എന്റെ മോളോട് ആരാ അത് ചെയ്തേ? ഞാൻ ആദ്യം മുതലേ പറയുന്നതല്ലേ, ദേവിക. ദേവിക തന്നെയാ മീരമോളെ ഇങ്ങനെ. മീരയെ ദേവിക അവളുടെ അച്ഛന്റെ സഹായത്തോടെ കൊന്നു. എന്നിട്ട് പിടിക്കപ്പെടാതിരിക്കാൻ വേണ്ടി എങ്ങോട്ട് ഒളിച്ചു പോയി. ഒന്നും നിർത്ത് പ്രഭ. ദേവികേന്ദ്രം മീരയെ കൊല്ലുന്നേ. ആ വീട്ടു ജോലിക്കാർക്ക് എന്റെ മകളോട് പക തോന്നാനുള്ള കാരണം എന്താ? ഞാൻ എന്തു പറയും? ദേവിക്ക് നന്ദന്റെ ഭാര്യ എന്ന് പറഞ്ഞ പിന്നെ എന്തു സംഭവിക്കും? ഞാൻ എന്താ പറയാ? ദേവികയ്ക്ക് മീരെ ഇല്ലാതാക്കണം തോന്നാൻ എന്ത് കാരണമുള്ളത്? അല്ല ബലരാമൻ, ഈ സംഭവം നടന്നത് മുതൽ ദേവികയെ കാണാനില്ല. അപ്പോ ഞാൻ അങ്ങനെ ഊഹിച്ചു പോയി. ഒരു തോന്നൽ വെച്ച് പറഞ്ഞതാ. അങ്ങനെയല്ല, എനിക്ക് തോന്നുന്നു നേരെ മറിച്ച. മീരയെ അപായപ്പെടുത്തിയ അതേ ആള് തന്നെയാവാം ദേവികയുടെയും അച്ഛന്റെയും മിസ്സിങ്ങിന് പിന്നില്. അവരിലേക്ക് സംശയം ഉണ്ടാക്കാൻ വേണ്ടി മനഃപൂർവ്വം ചെയ്തതാവും. സിദ്ധു, ഇനി എന്റെ ദിവസങ്ങള് എന്റെ മീരമോളുടെ കൊലയാളികളെ കണ്ടെത്താനുള്ള കാത്തിരിപ്പിന്റെ ദിവസങ്ങളാണ്. ശിക്ഷ നടപ്പാക്കുന്നതിന് മുമ്പ് ഞാൻ എല്ലാവരും അറിയിക്കും. ശിക്ഷാവിധിയും അതിന്റെ സമയവും. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.